ഇലക്ട്രോൺസ് എങ്ങനെയാണ് SPGF എന്ന് പറയുന്ന സബ്ഷെല്ലുകളിൽ നിറയ്ക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രോണുകൾ എങ്ങനെയാണ് നിറയ്ക്കപ്പെടുന്നത്? ദി ആർ ഫിൽഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി അക്കോർഡിംഗ് ടു ഓഫ്-ബോ പ്രിൻസിപ്പിൾ. ഓഫ്-ബോ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് ഇലക്ട്രോണുകൾ സബ്ഷെല്ലുകളിൽ നിറയ്ക്കപ്പെടുന്നത്? ദി ആർ ഫിൽഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിയർ എനർജി ലെവൽ. ദാറ്റ് ഇസ് ലോവർ എനർജി ലെവൽ സബ്ഷെൽസ് വിൽ ബി ഫിൽ ഫസ്റ്റ്. ആദ്യം ഫിൽ ചെയ്യപ്പെടുന്നത് ലോവർ എനർജി ലെവലായിരിക്കും. അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ എനർജി നിലയിലുള്ള സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ പോകുന്നതായിരിക്കും. അതിനുശേഷം അതിനേക്കാൾ കൂടുതൽ എനർജി ലെവലിലുള്ളതിലേക്ക് പോകും. അങ്ങനെ എനർജി ലെവൽ കൂടുന്നതിനനുസരിച്ചായിരിക്കും ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടുതലേക്ക് ഒരു അസെൻഡിങ് ഓർഡറാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യമായി ഇലക്ട്രോണുകൾ ഫിൽ ചെയ്യപ്പെടുന്നത് 1sലാണ്. 1sൽ നിന്നും ഇതിൽ എറോ മാർക്ക് ഇട്ടിട്ടുണ്ട്. യു ക്യാൻ സീ ദ ഡിറക്ഷൻ ഇൻ 1sൽ നിന്ന് പിന്നീട് പോകുന്നത് 2sലേക്കാണ്. 2sൽ നിന്നും അത് തിരിച്ചു വന്ന് ദെൻ ഇറ്റ് ഗോസ് ടു 2p. 2pയിലേക്കാണ് അത് പോകുന്നത്. 2pയിൽ നിന്ന് 3s, 3sൽ നിന്ന് വീണ്ടും 3pയിലേക്ക് വന്നു. അത് 3pയിൽ ഫിൽ ചെയ്തതിന് ശേഷമാണ് 4sലേക്ക് ഫിൽ ചെയ്യുന്നത്. 4sന് ശേഷം ദെൻ 3d. അപ്പം ഇവിടെ ഒരു 4sന് ശേഷമാണ് 3d ഫിൽ ചെയ്യുന്നത്. അതിനുള്ള കാരണം 4sന് 3dക്കാണ് കൂടുതൽ ഉയർന്ന എനർജി നിലയുള്ളത്, 3dയിലാണ്. അപ്പോൾ 4sൻ്റെ എനർജി നില 3dയേക്കാളും കുറവായതിനാലാണ് 4s ആദ്യം ഫിൽ ചെയ്തതിന് ശേഷം പിന്നീട് 3dയിലേക്ക് പോകുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ വരച്ചിരിക്കുന്നതും ആരോ മാർക്ക് പോകുന്നതും. 4s ഫിൽ ചെയ്തതിന് ശേഷമാണ് 3dയിലേക്ക് പോകുന്നത്. അതായത് 4sൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് 3dയേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് ആദ്യം 4s ഫിൽ ചെയ്ത് പിന്നെ 3dയിലേക്ക് പോകുന്നത്. അതിനുശേഷം 3dയിൽ നിന്നും ദെൻ 4p, ദെൻ 5s, ദെൻ എഗെയിൻ ഇറ്റ് ഗോസ് ടു 4d. അപ്പോൾ 5s ഫിൽ ചെയ്തതിന് ശേഷമാണ് 4dയിലേക്ക് പോകുന്നത്. സെയിം റീസൺ ഹിയർ ഓൾസോ. 5sൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് 4dയേക്കാൾ കുറവാണ്. അപ്പം ഏറ്റവും കുറഞ്ഞ എനർജി നിലയുള്ള 5sൽ ഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇലക്ട്രോണുകൾ 4dയിൽ ഫിൽ ചെയ്യുകയുള്ളൂ. 4dയിൽ നിന്ന് അത് വരുന്നത് 5pയിലേക്കാണ്. അവിടെ നിന്ന് 6sലേക്ക് വന്നു. 6sൽ നിന്ന് വീണ്ടും പോകുന്നത് 4fലേക്കാണ്. അപ്പം 6sന് ശേഷമാണ് ഏത് ഫിൽ ചെയ്യപ്പെടുന്നത്? 4f എന്ന സബ്ഷെൽ ഫിൽ ചെയ്യപ്പെടുന്നത്. 6sന് ശേഷമാണ് 4f എന്ന സബ്ഷെൽ ഫിൽ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം 6sൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലോവർ ദാൻ 4f. Then the electrons goes to 5d, then from 5d it goes to 6p, then 6p to 7s, and again after 7s it will be going back to 5f. 5ൻ്റെ കംപ്ലീറ്റ് ഫിൽ ചെയ്യപ്പെടുന്നില്ല. അതിന് മുന്നേ തന്നെ 7s വന്നു കഴിഞ്ഞു. 7s കഴിഞ്ഞതിന് ശേഷം 7sന് ശേഷം അത് 5fലേക്കാണ് പോകുന്നത്. 7sന് ശേഷം ഇത് S ആണ്. 7sന് ശേഷം അത് പോകുന്നത് എവിടേക്കാണ്? 5fലേക്കാണ്. 5fന് ശേഷം ദെൻ 6d, ദെൻ 7p, ദെൻ 8s. ഏത് എനർജി ലെവലാണോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് S1 എന്നുള്ള ഒരു സബ്ഷെല്ലിൽ മുഴുവൻ ഫിൽ ചെയ്തതിന് ശേഷമാണ് 2ലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ 2 എന്നുള്ള ഒരു ഷെല്ലിൽ കംപ്ലീറ്റ് ആയിട്ട് n=2 അത് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തതിന് ശേഷമാണ് n=3. അങ്ങനെ ഒരു ഓർഡർ അല്ല. ഏതൊരു സബ്ഷെല്ലിനാണോ കുറഞ്ഞ എനർജി നിലയുള്ളത് അവിടെ പോയി ആദ്യം ഫിൽ ചെയ്യുന്നതാണ്. n=5, 5s ഫിൽ ചെയ്തതിന് ശേഷമാണ് n=4 ആയ 4dയിലേക്ക് പോകുന്നത്. അപ്പം n=4 എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെൽ അല്ലേ. നാലാമത്തെ ഷെല്ലിലുള്ള 4d ഫിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ അഞ്ചാമത്തെ ഷെല്ലുള്ള 5s ഫിൽ ചെയ്തതിന് ശേഷമാണത് 4dയിലേക്ക് പോകുന്നത്. അപ്പം ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വരച്ച് പഠിക്കണം. ഇത് വരച്ച് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ഷെല്ലിൻ്റെ ഓർഡർ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഡയഗ്രാം മാത്രം പഠിച്ചാൽ മതി, വരച്ച് പഠിച്ചാൽ മതി. ഇത് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ഏതിലേക്കാണ് പോകുന്നത് എന്നുള്ള, അതായത് എനർജി ലെവൽ ആർക്കാണോ കൂടുതൽ ആർക്കാണോ കുറവ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ഒരു ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ഈസ് അക്കോർഡിംഗ് വിത്ത് ഓഫ്-ബോ പ്രിൻസിപ്പിളാണ്. ഓഫ്-ബോ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോണുകൾ എനർജി ലെവലിന് അടിസ്ഥാനമായിട്ടാണ് ഫിൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദേ വിൽ ബി ഫിൽഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓർ അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്
ആ ഒരു ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഗിവ്സ് ദ ഫോളോയിങ് ഓർഡർ ഫോർ ഫില്ലിംഗ് ദ ഓർബിറ്റൽസ് 1s 2s 2p 3s 3p 4s then 3d then 4p then 5s 4d 5p 6s 4f 5d 6p 7s 5f. സോ ഡോണ്ട് ബി കൺഫ്യൂസ് വിത്ത് ദിസ്. നിങ്ങൾ ആ ഒരു ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ, അത് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, വ്യക്തമായി അത് വരച്ച് തന്നെ ശീലിക്കണം. അത് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓർഡർ വളരെ ക്ലിയർ ആയിട്ട് എഴുതാവുന്നതാണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഏതാനും എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ആ ഒരു ഓർഡർ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇതിന് ശേഷം വരുന്ന, അപ്പം ഇത് ഒരു ആദ്യത്തെ ഏതാനും 16 വരെയുള്ള എലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ 1s2, ഹൈഡ്രജനിൽ ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അത് പോകുന്നത് ആദ്യത്തെ സബ്ഷെല്ലായ 1s-ലേക്കാണ്, 1s1. ഹീലിയത്തിന് 2 ഇലക്ട്രോണുകളാണ്, 1s2. അപ്പോൾ ഈ ഒരു എസ്സിന് 2 ഇലക്ട്രോണുകളെ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ അടുത്ത എലമെൻ്റായ ലിത്തിയത്തിൻ്റെ വരുമ്പോൾ 2s, രണ്ടാമത്തെ ഷെൽ അവിടെ തുറക്കപ്പെടുകയാണ്, 2s1. ദെൻ ബെറിലിയത്തിൽ വരുമ്പോൾ 2s2. ഇനി നമുക്ക് 2s കഴിഞ്ഞാൽ 2p ഉണ്ട് അല്ലേ. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുകളാണുള്ളത്, എസ്സും പിയും. അപ്പം ബോറോൺ വരുമ്പോൾ 1s2 2s2 2p1. ഇനി അടുത്തതായി കാർബൺ വരുമ്പോൾ 1s2 2s2 2p2. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം കാർബണിൻ്റെത് 1s2 2s2 2p2 എന്നുള്ളതാണ്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളും രണ്ടാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോണുകളുമാണുള്ളത്. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുകളുണ്ട്, അതുകൊണ്ട് തന്നെ 2s2 2p2 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ ഈ നമ്പർ എന്ന് പറയുന്നത് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് ഷെൽ നമ്പറാണ്. ഏത് ഷെൽ എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇതെന്താണ്? കെ ഷെൽ. 1 = k. അത് കെ ഷെല്ലാണ് അല്ലേ, ഒന്നാമത്തെ ഷെൽ അല്ലെങ്കിൽ കെ ഷെൽ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, കെ ഷെൽ. ഇനി 2 എന്ന് പറയുന്നത് എന്താണ്? അത് ആ 2 എന്ന് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഷെല്ലാണ്. ഈ 2 എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഷെൽ എന്നാണ് അർത്ഥം, KL, എൽ ഷെൽ. ഓക്കെ. ഇനി ഇവിടെ 2 എന്ന് പറയുന്നത് 2 തന്നെയാണ്, അത് രണ്ടാമത്തെ ഷെല്ലിൽ എൽ ഷെല്ലാണ്. അപ്പം ഇത് രണ്ടാമത്തെ ഷെല്ലായ എൽ ഷെല്ലിൽ 2s2 2p2. ഇനി ഇവിടെ കാണുന്ന ഈ നമ്പറുകൾ അത് സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണുകളെയാണ്. ഈ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണുകളെയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സം അപ്പ് ഓൾ ദീസ് നമ്പേഴ്സ്. 1s2 അവിടെ 2 ഇലക്ട്രോണുകളുണ്ട്, 2s2 അവിടെയും 2 ഇലക്ട്രോണുകളുണ്ട്, 2p2 അവിടെയും 2 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പം നമുക്കത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 + 2 + 2 that is equal to 6. 6 is the number of electrons in carbon. അപ്പോൾ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്, 1s2 2s2 2p2. അപ്പോൾ 2 ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ നിറയ്ക്കപ്പെടുന്നത്. ഒന്ന് കെ ഷെല്ലിലും രണ്ടാമത്തേത് എൽ ഷെല്ലിലുമാണ്. അപ്പം അതിൽ മൊത്തം 6 ഇലക്ട്രോണുകളുള്ളത്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ മുകളിൽ കാണുന്ന ഈ നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം ഇലക്ട്രോണിൻ്റെ എണ്ണം ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഇടത് ഭാഗത്തായി എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഷെല്ലിൻ്റെ നമ്പറാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സിലിക്കണിൻ്റെ കാര്യം എടുക്കാം. സിലിക്കൺ എന്ന് പറയുന്നത്, ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ഹിയർ, 1s2 സിലിക്കണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഞാനിവിടെ എഴുതുന്നത്. വൺ മോർ എക്സാമ്പിൾ. ഓക്കെ, സിലിക്കൺ 1s2 2s2 2p6 3s2 3p2. ഇതാണ് സിലിക്കോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് ഇത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഷെല്ലുകളുടെ ഒന്നാമത്തെ ഷെൽ എന്നതാണ് 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫസ്റ്റ് ഷെല്ലിലാണ്. 2 എന്നത് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലിൽ, ഇതും രണ്ടാമത്തെ ഷെല്ലിലാണ്. ഇനി 3 എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ഷെൽ എന്നതാണ് ഉദ്ദേശിക്കുന്നത്, മൂന്നാമത്തെ ഷെൽ.
ഒന്നാമത്തെ ഷെൽ, രണ്ടാമത്തെ ഷെൽ, മൂന്നാമത്തെ ഷെൽ എന്നുള്ളത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്ര ഇലക്ട്രോണുകൾ, മാക്സിമം ഇലക്ട്രോണുകൾ എന്നുള്ളതാണ് 14 എന്ന് കൊടുത്തിരിക്കുന്നത്. 1s2, 2s2, 2p6, 3s2, 3p2. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ ഇലക്ട്രോണിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുകയാണ്. 2 + 2 = 4, 4 + 6 = 10, 10 + 2 12, 12 + 2 14. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സിലിക്കൺ ഇസ് 14. ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ നമ്പർ തന്നെ നമുക്ക് മുകളിലും കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇലക്ട്രോണുകളുണ്ട്, കോൺഫിഗറേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്, അത് എത്ര സബ് ഷെല്ലുകളുണ്ട്, അതിൽ എത്ര ഷെല്ലുകളുണ്ട് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഷെൽസിൻ്റെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഇത് ഇലക്ട്രോണുകളുടെ എണ്ണവും ഇത് ഷെൽസിൻ്റെ എണ്ണവുമാണ്. ഇനി അടുത്ത നമ്മൾ പോകുന്ന സ്ലൈഡിൽ എന്താണെങ്കിൽ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എലമെൻസിൻ്റെ 17 to 30 വരെയുള്ള അറ്റോമിക് നമ്പർ ഉള്ള എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ കൊബാൾട്ടിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ കോപ്പർ അറ്റോമിക് നമ്പർ 29, ഇവിടെ 3s1 3d10 എന്നുള്ളത് നമുക്ക് കാണാം. ലാസ്റ്റ് വരുന്നത് 4s1 3d10 ആണ്. അപ്പം ഇത് ആക്ച്വലി ദിസ് ഇസ് 4s. നമ്മൾ ആ ഒരു ഇത് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ 4s2 3d9 എന്നാണ് വരിക. നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ട് ഇത് എഴുതുകയാണെങ്കിൽ 4s2 3d9 എന്നുള്ളതാണ് വരിക. പക്ഷെ എന്താണ്, ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് സബ്ഷെൽ ആകുമ്പോൾ അതിന് സ്ഥിരത വളരെ കൂടുതലാണ്. സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറയുന്നത്. ദേ ആർ മോർ സ്റ്റേബിൾ. ഹാഫ് ഫിൽഡ് പകുതി ഫില്ലായതോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ്. ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ എസ് എന്ന് പറഞ്ഞാൽ എസിൻ്റെത് S2 ആണ്, മാക്സിമം 2 ആണ്. അപ്പം അതിൻ്റെ ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പം S1. ഇനി പിയുടെ കേസാണെങ്കിൽ ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും, കാരണം മാക്സിമം അതിന് 6 ഇലക്ട്രോണുകളെയാണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുക. അപ്പോൾ ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ P3. ഇനി ഡിയുടെ കേസിലായിട്ട് മാക്സിമം 10 ഇലക്ട്രോണുകളാണ്, അപ്പോൾ 5 ഇലക്ട്രോണുകൾ വന്നാൽ അത് ഹാഫ് ഫിൽഡായി. ഇനി എഫിൻ്റെ കേസിൽ 14 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ കഴിയുക. അപ്പോൾ 7 ഇലക്ട്രോൺസുകൾ വന്നു കഴിഞ്ഞാൽ അത് ഹാഫ് ഫിൽഡായി. അപ്പം കംപ്ലീറ്റ്ലി ഫിൽഡിന് തുല്യമായൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത ഹാഫ് ഫിൽഡ് ഷെൽസിന് ഉണ്ടായിരിക്കും, സബ് ഷെൽസിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 4s2 3d9 ആണെങ്കിൽ ഈ 3d10 ആയിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഫിൽഡായി അല്ലേ. അപ്പം ഒരു ഇലക്ട്രോണിനെ നമ്മൾ 4sൽ നിന്ന് 3dയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കി 4s1 ആയി. അപ്പോൾ 4s1 ആണെങ്കിൽ എന്താണ്, S1 എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഫിൽഡ്, സ്റ്റേബിൾ ആണ് അല്ലേ. പിന്നെ ഇവിടെ എന്തായി, 3d9 എന്നുള്ളത് 3d10 ആയി മാറും. 3d10 അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇവിടെ 3d10 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇവിടെ 7s1 എന്ന് പറയുമ്പോൾ 7 അല്ല 4s1 എന്ന് പറയുമ്പോൾ S1 എന്ന് പറയുമ്പോൾ അത് ഹാഫ് ഫിൽഡ് ആണ്. തുല്യമായ സ്ഥിരത അല്ലെങ്കിൽ ഹാഫ് ഫിൽഡിനും ഫുള്ളി ഫിൽഡിനും കംപ്ലീറ്റ് സ്റ്റെബിലിറ്റിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ഓഫ് ബോ പ്രിൻസിപ്പിൽ നിന്നും അല്പം വ്യതിചലിച്ച് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുൾ ഫിൽഡ് ആകാനുള്ളൊരു ശ്രമം ഇലക്ട്രോണുകൾ നടത്താറുണ്ട്, സോ ദാറ്റ് ദേ ക്യാൻ അറ്റൈൻ സ്റ്റെബിലിറ്റി. ഏതൊരു ആറ്റം ആയാലും അതൊരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് എന്തിനാണ്, അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുകയാണ്. ഇലക്ട്രോണുകളെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ വാങ്ങിയിട്ടോ ഇലക്ട്രോണുകളെ പങ്കുവെച്ചിട്ടോ അങ്ങനെയൊക്കെ വിവിധ രീതിയിൽ അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4sൽ നിന്നും ഒരു ഇലക്ട്രോൺ 3dയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3d10 ആയി മാറി, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, സ്റ്റേബിൾ ആണ്. 4s1 എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആണ്, അതും സ്റ്റേബിൾ ആണ്. അപ്പോൾ രണ്ട് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പേജിൽ നോക്കാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അപ്പം നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ ഏറ്റവും വലത് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ.
അതൊക്കെയാണ് ഈ നോബിൾ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ എന്ന് പറയുന്നതാണ് നോബിൾ ഗ്യാസസിൽ വരുന്നത് അല്ലേ. ഈ നോബിൾ ഗ്യാസസിൽ വരുന്നത് ഹീലിയത്തിൻ്റെത് 1s2 S2. അപ്പോൾ എസ് കംപ്ലീറ്റ് ഫിൽഡ് ആണ് അല്ലേ. S2 വന്നു കഴിഞ്ഞു, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, അത് സ്റ്റേബിൾ ആയി കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കൂ 2p6 നിയോണിൻ്റെ അവസാനത്തെ വാലൻസ് ഇലക്ട്രോണുകളിൽ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? അതും കംപ്ലീറ്റ് ആണ്. 3s2 3p6 എന്ന് പറയുന്നത്, സോറി 2s2 2p6 എന്ന് പറയുമ്പോൾ അതും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. 2s2 2p6 ആണ്. എസും ഫിൽഡ് ആണ്, പിയും ഫിൽഡ് ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ അതുപോലെ ആർഗൻ്റെ നോക്കിക്കഴിഞ്ഞാൽ 3s2 3p6 അത് കംപ്ലീറ്റ്ലി ഫിൽഡായി മാറിക്കഴിഞ്ഞു. ആൻഡ് ക്രിപ്റ്റോൺ 3d10 4p6. ഈ പറയുന്നതൊക്കെ എന്താണ്? അവർക്ക് മാക്സിമം സ്റ്റെബിലിറ്റി കൈവന്ന് കഴിഞ്ഞവരാണ്. അവരുടെ ഒക്റ്ററ്റ് ഇലക്ട്രോണുകൾ അവരുടെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫിൽഡായി കഴിഞ്ഞു. അവർക്ക് ഇനി ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ആവശ്യമില്ല. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന നമ്മുടെ കയ്യിൽ ഇലക്ട്രോണുകൾ കുറവാണെങ്കിൽ അത് നേടാനും കൂടുതലാണെങ്കിൽ അത് കൊടുത്ത് നമുക്ക് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഐഡിൽ ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്നൊക്കെ പറയുന്നത്. അവരൊരു കെമിക്കൽ റിയാക്ഷനിലും സാധാരണയായി പങ്കെടുക്കാറില്ല. കാരണം അവരുടെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണ്. അവസാനത്തെ ഷെല്ലായ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആണ്, അവർക്ക് സ്ഥിരത നേടിയവരാണ്. അപ്പം ബാക്കിയുള്ള എല്ലാ എലമെൻസും എല്ലാ ആറ്റംസും അങ്ങനെ ഒരു ഒക്റ്ററ്റ് നേടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനായിട്ടാണ് വാലൻസ് ഇലക്ട്രോണുകൾ അത് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആക്കി സ്ഥിരത നേടാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരെല്ലാം ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 ആണ്. അപ്പോൾ നമ്മൾ ഹീലിയം കഴിഞ്ഞ് ലിത്തിയം എഴുതുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ലിത്തിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെന്ന് വിചാരിക്കുക. ലിത്തിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഹീലിയത്തിൻ്റെത് 1s1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹീലിയം എന്ന് എഴുതിയതിന് ശേഷം ഒരുപാട് നമ്മൾ എഴുതാതെ ഷോർട്ടായിട്ട് എഴുതാനുള്ള ഒരു മെത്തേഡാണിത്. ഷോർട്ടായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിലിടാം. ഹീലിയം എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് കഴിഞ്ഞാൽ അതിനർത്ഥമാണ് 1s2. ഇനി ലിത്തിയത്തിൻ്റെത് ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം അല്ലേ. 1s2 2s1. ഇതാണ് ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ലിത്തിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ലിത്തിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ഷോർട്ടസ്റ്റ് മെത്തേഡാണ്. ലിത്തിയത്തിന് മുന്നേയുള്ള അതിൻ്റെ പ്രൊസീഡിങ് ആയിട്ടുള്ള ഈ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് വേണ്ടത് അല്ലേ. നോബിൾ ഗ്യാസ് ഏതാണോ അതിൻ്റെ പേര് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് 2s1 എന്ന് എഴുതുക. അപ്പം നമുക്ക് അടുത്ത ഒരു പേജിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഹൈഡ്രജൻ 1s1 ആണ്. അതിനൊന്നും ചെയ്യാനില്ല, കാരണം അതിൻ്റെ പിന്നിലായിട്ട് ഒരു നോബിൾ ഗ്യാസും ഇല്ല. അത് കഴിഞ്ഞ് വന്നതാണ് ഹീലിയം. ഹീലിയത്തിൻ്റെത് 1s2, അതൊരു നോബിൾ ഗ്യാസ് ആണ്, അല്ലെങ്കിൽ അലസവാതകം എന്ന് പറയാം. അതിൻ്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആണ്. ലിത്തിയത്തിൻ്റെത് എഴുതണമെന്നുണ്ടെങ്കിൽ ഹീലിയം എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം 2s1. ബെറിലിയം എന്ന് എഴുതണമെങ്കിൽ ഹീലിയം എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം 2s2. കാരണം രണ്ട് ഇലക്ട്രോൺ കൂടി ഉള്ളത് കൊണ്ട് 2s2. ബോറോണും അതുപോലെ എഴുതി. ഇനി നോക്കൂ, അടുത്ത വരുന്ന ഇലക്ട്രോൺ അലസവാതകം അല്ലെങ്കിൽ ഐഡിൽ ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് നിയോൺ ആണ്. ഇതാണ് നിയോൺ, നിയോൺ. 2s2 2p6 എന്നുള്ളതാണ്. നിയോണിൻ്റെത് 2s2 2p6 എന്ന് എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ആർഗോൺ ആണ്. അപ്പം ആർഗോൺ എന്ന് പറയുമ്പോൾ അതിന് മുന്നുള്ള അലസവാതകം എന്ന് പറയുന്നത് നിയോൺ ആണ് അല്ലേ. അപ്പം നിയോൺ എന്ന് എഴുതിയതിന് ശേഷം 3s2 3p6 എന്ന് എഴുതി. അപ്പം ഇങ്ങനെയാണ് ഓരോ മൂലകങ്ങളും നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഓരോ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ അതിന് തൊട്ട് മുന്നേയുള്ള പ്രൊസീഡിങ് ആയിട്ടുള്ള നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പം അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ട ആവശ്യമില്ല. അതിൻ്റെ പേര് എഴുതിയിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. ഏതാണോ നമ്മുടെ നോബിൾ ഗ്യാസ് ഉള്ളത്, നോബിൾ ഗ്യാസിൻ്റെ പേര് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം പിന്നീടുള്ള അതിനുശേഷം വരുന്ന ഇലക്ട്രോണുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അതിൻ്റെ മാത്രം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. ഇവിടെ നോക്കൂ, പൊട്ടാസ്യം എഴുതിയത് പൊട്ടാസ്യം AR, ആർഗോണിന് ശേഷം വരുന്നതാണ് പൊട്ടാസ്യം. AR കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ ഇലക്ട്രോണാണ് പൊട്ടാസ്യത്തിൽ കൂടുതലുള്ളത്.
അപ്പം ആർഗോൺ എന്ന് എഴുതി, സ്ക്വയർ ബ്രാക്കറ്റ് ടു 4s1. പിന്നീട് അത് 4 ഷെല്ലിലാണ് അടുത്തത് വരുന്നത്, അപ്പോൾ 4s1 എന്ന് എഴുതി. ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ഫോമിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അതിന് പ്രൊസീഡിങ് ആയിട്ടുള്ള നോബൽ ഗ്യാസിൻ്റെ പേര് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം അതിന് ശേഷമുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്.